ബയ്യത്തെന്നൊക്കെ പറയുമ്പോൾ കൈക്കൊക്കെ പിടിച്ചുള്ള ബയ്യത്താണ്. സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ കേൾക്കുന്നത്. ഇപ്പം നമ്മളിപ്പം പോയാലും നമ്മൾ ഉസ്താദിന്റെ അടുക്ക ഒന്ന് ഓതാൻ പെണ്ണുങ്ങൾ വന്നിട്ട് ഉസ്താദ് തലയ്ക്ക് പിടിച്ചു വന്നാ പറയാ, എന്റെ പേരെങ്ങനെയാണ്. അപ്പൊ നമ്മളാണെങ്കിൽ ഒന്ന് തലയ്ക്ക് പിടിക്കാൻ ഒരു സാഹചര്യം നോക്കിയിരിക്കുക, ആരെങ്കിലും ഒന്ന് ഓതാൻ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് ഇരുന്ന് നമ്മൾ ഓതി കൊടുക്കാൻ, അത് അതിന്റെ ശരീരത്തിന്റെ വശം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മളങ്ങനെ തലയ്ക്ക് പിടിച്ച് ഓതി കൊടുക്കാൻ പാടില്ല. പെണ്ണുങ്ങൾക്ക് തലയ്ക്ക് പിടിച്ച് ഓതാൻ പാടില്ല, അവളെ തൊടാൻ പോലും പാടില്ല, അവളെ കാണാൻ പോലും പാടില്ല. എന്തെങ്കിലും വെള്ളമൊക്കെ ഓതി കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ദുആ പറഞ്ഞു കൊടുക്കുക, അതൊക്കെ എഴുതി കൊടുക്കുക, അതൊക്കെ വിഷയമല്ല. പക്ഷെ നമ്മൾ അടുത്തിരുത്തിയിട്ട് ഇങ്ങോട്ട് നീങ്ങി തത്ത കുറച്ചുകൂടെ നീങ്ങി കയ്യെത്തുന്നില്ല, യാ അല്ലാഹ് മനസ്സിലാ അടുത്തിരുത്തെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ച് ഇങ്ങനെ മനസ്സിലാറ് അങ്ങനെ അടുത്തിരുത്തി അങ്ങനെ നമ്മൾ ഓതി കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്കൊരു സുഖം നമുക്കൊരു സുഖം. അല്ല പണ്ടെല്ലാം പാണ്ടിക്കാരൻ പറഞ്ഞാൽ ഇതിലെന്നെ തവറ് ഇതിലെന്നെ തെറ്റിരിക്കുന്ന പറഞ്ഞ പോലെ എന്താ കുഴപ്പം പറഞ്ഞാൽ അങ്ങനെ നമ്മള് പെണ്ണുങ്ങളെ തലക്ക് പിടിച്ച് എല്ലാ പെണ്ണുങ്ങളും പറയുന്നൊരു വാക്കാ ഒന്ന് തലക്ക് പിടിച്ചു വരുത്ത ഉസ്താദ് എന്ന്. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഓതി കൊടുക്കാൻ, ഓതാനുള്ളത് പറഞ്ഞു കൊടുക്കാം. ഇത് തത്ത നിങ്ങൾ ഇത് ഓതിക്കോളി, നിങ്ങൾ ഇത്തിരി സംസം വെള്ളമെടുത്ത് കുടിച്ചോളി, നിങ്ങൾ ഇത്തിരി വെള്ളത്തിൽ ഇച്ചിരി ഇന്ന സൂറത്ത് ഓതി അസ്മാൽ ഹുസ്നൊക്കെ ഓതി അത് കുടിച്ചോളി, കുറച്ച് ദിക്റുകളും ആയത്തുകളൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യാം. തെളിവല്ലേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് സഹോദരിമാര് കടന്നു വരുമ്പോ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ബൈഅത്ത് ചെയ്തിട്ട് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അത് ബൈഅതുകി, നിന്നോട് ഞാൻ ബൈഅത്ത് ചെയ്തിരിക്കുകയാണ്. പെണ്ണുങ്ങളെ അപ്പുറത്ത് നിർത്തിയിട്ട് വിധങ്ങളെല്ലാം പറഞ്ഞെടുത്ത് പറയും ഞാൻ ബയ്യത്ത് ചെയ്തു. അപ്പൊ പെണ്ണുങ്ങൾ ചോദിക്കും, അലാ തുസാഫിഹുനാ യാ റസൂലല്ലാഹ്, നബിയെ ബയ്യത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൈക്ക് പിടിച്ചില്ലല്ലോ ഹബീബേ, കൈക്ക് പിടിക്കാതെ എങ്ങനെയാണ് ബയ്യത്ത് ശരിയാവുക ഹബീബേ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഓർക്കണേ, അലാ ഇന്നി ലാ ഉസാഫിഹുൻ നിസാ, ഒരു കാരണവശാലും ഞാൻ സ്ത്രീകളുടെ കൈക്ക് പിടിക്കുകയില്ല. ഇന്നമാ ഖുൽതു ലിംറാത്തിൻ വാഹിദ കഖൗലി ലിമിയതി ഇംറാ, ഞാൻ ഒരു പെണ്ണിനോട് പറയുന്ന വാക്ക് ബൈഅതുകി, നിനക്ക് ഞാൻ ബൈഅത്ത് ചെയ്തിരിക്കുകയാണ്, നിന്നോട് ഞാൻ ബൈഅത്ത് ചെയ്തിരിക്കുകയാ എന്ന് ഞാൻ ഒരു പെണ്ണിനോട് പറയുന്ന വാക്ക് 100 പെണ്ണുങ്ങൾക്ക് പറയുന്നതിന്റെ സ്ഥാനത്താണ്. ഒരൊറ്റ പെണ്ണിനോട് പറയുന്നത് ഞാൻ നിന്നെ ബയ്യത്ത് ചെയ്തു എന്ന് പറഞ്ഞ ഒരു വാക്ക് 100 പെണ്ണിനോട് ഞാൻ പറയുന്ന വാക്കാണ് ഒറ്റ ഒരു പെണ്ണിനോട് പറയുന്നത്. അത്ര എഫക്റ്റ് ആണ്. അതുകൊണ്ട് എന്റെ കൈക്കൊന്നും പിടിക്കേണ്ട കാര്യമില്ല. വല്ലാഹി ആയിഷ ബിബി പറയുകയാ, വലാ മസ്സത് യദുഹു യദംറാത്തിൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ഒരൊറ്റ പെണ്ണിന്റെ കൈയുമായി സ്പർശിച്ചിട്ടേ ഇല്ല. മാ സാഫഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബി അജ്നബിയ, അല്ലാഹുവിന്റെ റസൂൽ അജ്നബിയായ ഒരു പെണ്ണിനും ഷെയ്ഖാൻഡ് കൊടുത്തിട്ടില്ല. നമ്മൾ ഷെയ്ഖാൻ കൊടുക്കാൻ നമ്മൾ തയ്യാറല്ലേ? ഒരു പെണ്ണിനെ കൈക്ക് പിടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് നമ്മൾ. സംഭവം സ്വന്തം ഭാര്യയെയും ഭർത്താവിന്റെയും കൈക്ക് പിടിക്കണം എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഭർത്താവിന്റെയും ഭാര്യയുടെയും കൈക്ക് പിടിച്ച് ഇങ്ങനെ കൈകൾ വിരലുകൾ തമ്മിൽ കോർത്തിണക്കിയാൽ അവരുടെ വിരലുകൾക്കിടയിലൂടെ അവരുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. പണ്ട് പിടിച്ചപ്പോ നല്ല പുഷ്പം പോലെ പഞ്ഞു പോലെ ഇരുന്ന ഉസ്താദ, ഇപ്പം പരുക്കനാ, പിടിച്ചിട്ട് വലിയ റാഹത്ത് കിട്ടുന്നില്ല, അതുകൊണ്ട് പിടിയില്ല. ഇപ്പൊ പണ്ട് പിടിക്കാറുണ്ട് പെണ്ണുങ്ങളുടെ കൈ. ഹോസ്പിറ്റലിലോ കോളേജിലോ വെളിയിലൊക്കെ പോകുമ്പോൾ പെണ്ണുങ്ങളുടെ കൈ കൂടെ പിടിച്ചോണ്ട് നമ്മളൊന്ന് പോകണം, അതൊരു റാഹത്ത്. പെണ്ണുങ്ങൾക്ക് അത് വലിയ സന്തോഷമാണ്. നമ്മൾ പറയും നീ അപ്പുറത്തെ സൈഡിൽ കൂടെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരാം. എന്താ എന്റെ പെണ്ണുമ്പിള്ളെന്ന് ആരും പറയണ്ട. കാരണം എന്താ, എല്ലാം ഗ്രീസ് പിടിച്ചതുപോലെയായി ഇതിന്റെ ശരീരം മൊത്തം. പറഞ്ഞിട്ടല്ലേ കാര്യം. കാണാൻ കൊള്ളാതെ വരുമ്പോഴേ എന്നാ കാണാൻ കൊള്ളാൻ നല്ല സാധനമൊക്കെ ആണെങ്കിൽ എന്നാ കൂടെ ഇരുന്നോ, നീ വേറെങ്ങും പോലെ, എന്നെ വിട്ടിട്ടെങ്ങും പോലെ, എന്റെ വണ്ടിയുടെ പിറകിൽ തന്നെ ഇരുന്നോളാൻ പറയും. സാധനം തൊട്ടടുത്ത് തന്നെ 10 പേര് കണ്ടോട്ടെ, കണ്ട് രസിച്ചോട്ടെ കാണാൻ വേണ്ടിട്ട്. അങ്ങനെയല്ലേ? അങ്ങനെ കാണാൻ കൊള്ളാതെ ഇച്ചിരി കാണാൻ കൊള്ളാതെ അവൾ അതിലെ കൂടെ വന്നോട്ടെ, നമ്മൾ ഇതിലെ കൂടെ, അവള് തെക്കുന്നു നമ്മൾ വടക്കുന്നു. അതാണ് സംഭവം. അതൊരിക്കലും അല്ല വേണ്ടത്. രണ്ടുപേരും കൈക്ക് പിടിക്കണം. അള്ളാഹ് നമ്മളെ കൈക്ക് പിടിച്ചല്ലേ ഒപ്പിച്ചിരുന്നത് ഉസ്താദന്മാരെ. നമ്മുടെ അവിടെ മലപ്പുറത്തൊക്കെ കൂട്ടിക്കൊടുക്കാന്ന് പറയാം. കറക്റ്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ കൂട്ടിക്കൊടുക്കുന്ന പ്രശ്നം തന്നെയാണ്. അപ്പൊ നമ്മളവിടെ കൂട്ടിക്കൊടുപ്പാ. അപ്പൊ ആദ്യം നിക്കാഹ് നടക്കുക, രണ്ടാമത് പെണ്ണിനെ അവരുടെ കൈക്ക് പിടിച്ചു കൊടുത്ത് രണ്ടാമത്തെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ നമ്മളെ വിളിക്കും, ഉസ്താദയുടെ പരിപാടി കൊണ്ട് എന്താ ഞാൻ മോളെ നാളെ കൂട്ടിക്കൊടുപ്പാ ഉസ്താദ് വരെങ്കിൽ. ഉസ്താദിനെ കൊണ്ട് കൂട്ടി, നമ്മള് ബ്രോക്കർ.
നമ്മുടെ പരിപാടി അതാണ് അങ്ങനെ അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൈക്ക് രണ്ടുപേരും കൈ ഇങ്ങനെ ചേർത്തങ്ങോട്ട് പിടിച്ചിട്ട് പങ്കത്ത് ബന്ധിക്കിതാക്കിതാക്കുക എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് അതിന്റെ അർത്ഥം എന്താ? ഈ കൈ നിങ്ങളുടെ ഭാര്യയുടെ കൈയുമായിട്ട് കൂട്ടി ഇണക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും തന്റെ ഭാര്യയോടൊപ്പം ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സകലമാന പാവങ്ങളും പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യയുടെ കൂട്ടത്തിലും മക്കളുടെ കൂട്ടത്തിലും ഭക്ഷണം കഴിക്കണം. തന്റെ മക്കളെ ആരെങ്കിലും സ്നേഹിച്ചുകൊണ്ട് ഒരേ സുഫ്രയിൽ തന്റെ മക്കളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവന്റെ മുഴുവൻ പാവങ്ങളും മാപ്പ് ചെയ്യുക മാത്രമല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ അവന്റെ വലത് കൈയിൽ ഗ്രന്ഥം നൽകുമത്രേ. ഭാര്യയുടെയും മക്കളുടെയും കൂട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മക്കൾ അതാണ് മക്കളെന്ന് പറയുന്നത് നരകത്തിന്റെ മറയാണ്. അതുകൊണ്ട് ആ മക്കളെയും കൂട്ടിയിരുത്തി വേണം ഭക്ഷണം കഴിക്കാൻ. ഭാര്യയും മക്കളെയും കൂട്ടിയിരുത്തി തിന്മേശ്വരന് ഭക്ഷണം കഴിക്കുന്നവർക്ക് അവരുടെ മുഴുവൻ പാവങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. എത്ര നാളായി നമ്മളങ്ങനെ കഴിച്ചിട്ട്? മക്കളുടെ കൂടെ വേണമെങ്കിൽ ഇരുന്ന് കഴിക്കും. ഓളെ അവിടെ കൂട്ടാൻ പറ്റത്തില്ല. അവളവിടെ പോയി അടുക്കളയിൽ പോയിരുന്ന് കഴിച്ചു. അവൾ അടുക്കളയിൽ പോയിരുന്ന് കഴിക്കും. നമ്മൾ വേണമെങ്കിൽ മക്കളെ വേണമെങ്കിൽ അത് ചിലപ്പോ വാപ്പ രാത്രിയാവും വരാം. പിന്നെ വാപ്പാടെ കൂടെ മക്കളിരുന്നപ്പോ കഴിക്കാനാണ് എന്തെളുപ്പം. പാവങ്ങൾ പുറക്കും. വലത് കയ്യിൽ കിതാബ് കിട്ടും. മക്കളുമായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന ചാൻസ് എന്തിനപ്പ കളയുന്നത്? നരകത്തിൽ നിന്ന് മോചനം കിട്ടും, നിഫാഖിൽ നിന്ന് മോചനം കിട്ടും. തന്റെ മക്കളും ഭാര്യയുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ വലിയ ഭാഗ്യം. എന്തെങ്കിലും പോയിരുന്ന് കഴിക്കേ. അല്ല, കഴിച്ചിട്ടാ വന്നത്. ഇനി എന്തോ കഴിക്കാനാ ഉസ്താദേ. അപ്പൊ ഒന്നാമത് കാര്യം അത് ശ്രദ്ധിക്കണം കേട്ടോ. അൽഹംദുലില്ലാഹ്. അപ്പൊ അങ്ങനെയാണ് മുസാഫഹത്ത് ചെയ്യുന്ന പറഞ്ഞാല് അന്യ പെണ്ണിന്റെ കൈക്ക് പിടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്തുള്ള ബയ്യത്ത് ഇല്ല. ആ ഒരു പരിപാടിയെ വേണ്ട. നമ്മളങ്ങനെ തൊടാനും പറ്റില്ല. അതുകൊണ്ടല്ലേ നമ്മള് മന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നും ആവാത്തത്. ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൈക്ക് പിടിക്കേണ്ടി വരും. പെണ്ണുങ്ങൾ എല്ലാരും വന്ന് ആദ്യം കൈക്ക് പിടിക്കുന്ന മന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ കൈക്കല്ലേ. നമ്മള് അത് ഹറാമാണ്, നമ്മള് ശ്രദ്ധിക്കണം. പ്രൈം മിനിസ്റ്ററിന് പറയാൻ പറ്റും ഹറാമെന്ന് പറയാൻ പറ്റും. ഉസ്താദന്മാരെ മുസാഫത്ത് പെണ്ണുങ്ങൾ അടിയാൻ നിൽക്കുകയാണ് ഇപ്പൊ. അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടാണ്, അല്ല വികാരം കൊണ്ടല്ല. ഈ ഇൽമു പറയുന്നതിന്റെ പേരിൽ ഒരു ആഗ്രഹം കൊണ്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തായിരിക്കും സഹാബത്ത് വരുന്നത്? അതുകൊണ്ടല്ലേ അലാ തുസാഫിഹുന, ഞങ്ങളെ ഒന്നും മുസാഫഹത്ത് ചെയ്യുന്നില്ലേ നബി? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, ആ പണിയൊന്നും നമുക്കില്ല, ഈ പറച്ചില് മാത്രമേ ഉള്ളൂ, അല്ലാതെ തൊടലും പിടിക്കലും ആ പരിപാടി ഒന്നും ഇവിടെ പോയില്ല. യാ അല്ലാഹു അസ്സലാം കേട്ടോ, ഖദ് ബൈഅതുകി, എന്റെ വാക്ക് തന്നെ നിങ്ങൾക്ക് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമതായി അവരോടുള്ള ഉപദേശം, സഹോദരിമാരെ, വലാ യസ്രിഖ്ന, മോഷ്ടിക്കരുത്, മോഷണം നടത്തരുത്, അതിന് കൂട്ടുനിൽക്കരുത്, വഞ്ചിക്കരുത്, ചതിക്കരുത്, ചതിയന്മാർക്ക് കൂട്ടുനിൽക്കരുത്, അതിനുള്ള ഒരു വഴികളും നിങ്ങൾ തുറന്നു കൊടുക്കരുത്. മോഷണം അതിന് അള്ളാഹു പറഞ്ഞു കൊടുക്കണം നബിതങ്ങളോട്. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഈ പണി ഉണ്ടെന്നല്ലേ എന്റെ അർത്ഥം മനസ്സിലാവുക? മോഷണം ഉണ്ടെന്നല്ലേ? ആരുടെ അടുത്തൊക്കെ മോഷ്ടിക്കുക? ഭർത്താവിന്റെ അടുത്ത് മോഷ്ടിക്കാൻ പാടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുമ്പോ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? വലാ തഅ്ദൻ ഫീ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി. സ്ത്രീകളെ, നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരാളെ പോലും നിങ്ങളുടെ വീട്ടിൽ പ്രവേശിപ്പിക്കരുത്. ഒരാളെ പോലും ഭർത്താവിന്റെ അനുവാദം വീട്ടിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് ബൈഅത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വാക്കുകൂടെ ഈ ആറ് ആയത്തിന്റെ ഈ 6 കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു റസൂൽ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു, വലാ തഗ്ശുസ്ന അസ്വാജകുന്ന, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ വഞ്ചിക്കരുതേ. സൽമാൻ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, ഏതൊരു സഹോദരിയോടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞത്, ആ സഹോദരിയെ വിളിച്ചിട്ട് സൽമാ പറയുകയാണ്, ഇർജിഇ ഇലാ റസൂലില്ലാഹ് ഫസലി മാ ഗിശു അസ്വാജിനാ, മടങ്ങിപ്പോ പെണ്ണേ, അല്ലാഹുവിന്റെ റസൂലിനോട് നീ പോയിട്ട് ചോദിക്ക്,
എന്താണ് ഭർത്താക്കന്മാരോടുള്ള വഞ്ചന, ഭർത്താവിനെ വഞ്ചിക്കൽ എന്താണെന്ന് ചോദിക്കൂ പെണ്ണെ എന്ന് മഹദി അവർകളെ പറഞ്ഞു വിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ഫസഅലതോ ഹബീബ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, മാ ഗിശു അസ്വാജിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ വഞ്ചിക്കരുതെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ, ഏതാണ് ആ വഞ്ചന എന്ന് പറയുമോ ഹബീബേ? ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, തഖുദു മാലഹു ഫതഹബ്ബാ ബിഹി ഗൈറഹു, നിന്റെ ഭർത്താവിന്റെ പണം നീ എടുക്കലാണ്, നിന്റെ ഭർത്താവ് നിനക്ക് ചെലവിന് അയച്ചു തന്ന പൈസയിൽ നിന്ന് ഒരു വീതം നീ ഒളിച്ചു മാറ്റലാണ്, അടിച്ചു മാറ്റലാ. ഫതഹബ്ബാ ബിഹി ഗൈറഹു, നിന്റെ കാമുകന് റീചാർജ് ചെയ്തു കൊടുക്കലാ, നിന്റെ കാമുകന് നെറ്റ് കയറ്റി കൊടുക്കലാണ്, നീ ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവന് വേണ്ടി ചെലവ് ചെയ്യലാ, അതാണ് നിന്റെ ഭർത്താവിനെ വഞ്ചിക്കുക എന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉസ്താദെ? ഈ കാമുകന്മാർക്ക് നെറ്റ് കയറ്റി കൊടുക്കണമെന്ന്, കാമുകന്മാർക്ക് റീചാർജ് ചെയ്ത് കൊടുക്കണമെന്ന്. അവൻ നിന്റെ ഭർത്താവ് അല്ലാത്തവരോട് ചെലവ് ചെയ്യുക, അവരെ കൊണ്ട് ചെലവ് ചെയ്യാന്ന് പറഞ്ഞ പിന്നെന്താ, പിന്നെ വേറെന്താ ചെലവ്? ചില കാമുകന്മാർക്ക് എത്ര പേര് പൈസ കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് വിളിക്കും, ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി വണ്ടിക്ക് വലിയ പൈസ ഇല്ല എന്റെ കയ്യിൽ, ഞാൻ പൈസ തരാടാ, നീ വാ, നീ ആഴത്തിൽ കടം വാങ്ങിച്ചോണ്ട് വാ, നീ വാ, നിനക്ക് ഞാൻ തരാം, പൈസ തരാം, വാ ഇങ്ങോട്ട് വാ. ഇവക്ക് എവിടുന്ന പൈസ കിട്ടിയത്? ഇവക്ക് എവിടുന്ന പൈസ കിട്ടിയത്? ഒരു ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസ. ഈ പൈസ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവ് ചെയ്യാം. ചെലവ് ചെയ്തോ? അത് മോഷണമാണ് പെങ്ങളെ, അത് മോഷണമാണ് പെങ്ങളെ. സ്വന്തം ഭർത്താവിന്റെ പണം അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ എടുക്കരുതേ. നമ്മളിപ്പോ ഒരു പിരിവിന് ചോദിച്ചാലും കമ്മലും വളയും മാലയും ജിബിക്ക് അരിഞ്ഞാണം പാദസരമൊക്കെ അയച്ചു കൊടുക്കണമെങ്കിൽ ഇക്കാടെന്ന് വിളിച്ചു ചോദിക്കണം, ഞാൻ അയച്ചു കൊടുക്കട്ടെ എന്ന്. മുസ്ലിയാക്കന്മാർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ രണ്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നീ എല്ലാം കൂടെ ഹാവറാ തിളകിട്ട് ഇനി പൊട്ടിച്ചു തരും. വീട്ടിൽ പോകുമ്പോൾ പൊട്ടിയിട്ട് വേറെയും കിട്ടും. അതാണ് സംഭവം. ചോദിക്കണം, അനുവാദം വേണ്ടേ? അടിക്കടവില്ല. ചിലപ്പോ ചില ഭർത്താക്കന്മാർക്ക് പ്രശ്നമില്ല, എന്റെ അവള് ചെയ്യുന്നതല്ല എനിക്ക് തൃപ്തിയാണ്, അൽഹംദുലില്ലാ, പ്രശ്നമില്ല, അതുകൊണ്ട് അവന് സന്തോഷമാണ്, അവന് ധൈര്യമായിട്ട് കൊടുക്കാം, അവൻ പ്രശ്നമില്ല. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുണ്ട്, അത് ഭയങ്കര പൊരുത്തമാണ്, അവന് ഭയങ്കര തൃപ്തിയാണ്. അങ്ങനെ അൽഹംദുലില്ലാ, ഞാനിപ്പോ ഒരു പരിപാടിക്ക് വേണ്ടി ഞാൻ കൊടുത്തു, ഇത്ര രൂപ കൊടുത്തു, ഞാൻ അൽഹംദുലില്ലാ ഖൈറ, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടില്ല, വിഷയമില്ല. അതല്ലാതെ കണ്ടു കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുക്കൽ വഞ്ചനയാണ്, സ്ത്രീകൾ കാണിക്കുന്നത് മോശനമാണ്, അത് മോശനമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. ഒരാൾ മോഷ്ടിക്കുകയാണെങ്കിൽ മോഷ്ടിച്ച അവസ്ഥയിൽ അവൻ മരണപ്പെട്ടാൽ അവൻ ഈമാനില്ലാതെ മരിച്ചവനായി പോകും. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ഒരാൾ മോഷ്ടിക്കുമ്പോ ഈമാനോടുകൂടി മോഷ്ടിക്കുകയില്ല, സത്യവിശ്വാസിയായ ഒരു വ്യക്തി മോഷ്ടിക്കുകയില്ല. ലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ, മുഅ്മിനായി വിശ്വാസിയായിട്ട് ആരും മോഷ്ടിക്കൂല. മോഷണം നടത്തുമ്പോൾ ആ മോഷണത്തിന്റെ പേരിൽ അവന്റെ ഈമാൻ അള്ളാഹ് മോഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന സമയം, അടിച്ചു മാറ്റുന്ന സമയത്ത് അവന്റെ ഈമാൻ അള്ളാഹു മെല്ലെ പറിച്ചം കളയും. ഈമാനോടുകൂടി ആരും മോഷ്ടിക്കാൻ പറ്റൂല. മോഷണം കഴിഞ്ഞതിന് ശേഷം അള്ളാഹ് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് അതിന്റെ രീതി. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, الذي والذي يسرق البيض فتقطع يده والذي يسرق الحبل فتقطع يده أو كما قال رسول الله. ഒരു മുട്ട മോഷ്ടിച്ചാൽ അവന്റെ കൈ മുറിച്ചു മാറ്റണം. പ്ലാസ്റ്റിക് ഒരു 5 രൂപയുടെ പാണ്ടിമുട്ട അത് മോഷ്ടിച്ചാൽ ഫതുഖ്തഅ യദുഹു, അവന്റെ കൈ മുറിച്ചു മാറ്റണം. വല്ലദി യസ്രിഖുൽ ഹബ്ല, ചെറിയ അവിടെ കിടക്കുന്ന നൂലോ കയറോ ഏതെങ്കിലും ആരെങ്കിലും മോഷ്ടിച്ചാൽ, ചുമ്മാ നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലൊക്കെ ആടിന്റെ മാടിനൊക്കെ തീറ്റാൻ കൊണ്ടുപോകുമ്പോൾ ആരുടെങ്കിലൊക്കെ ഒരു കയറായിരിക്കും അവിടെ കെട്ടിയിരിക്കും, കുറ്റിയിൽ പകുതിയിൽ, അത് പറിച്ചെടുത്തിട്ട് തന്റെ ആടിന്റെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുക. ഇതിലും മോഷണമാണ്. ഇതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ വരണം. പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, പോച്ച പറിക്കാനോ പുല്ല് പറിക്കാനൊക്കെ പോകുമ്പോൾ തേങ്ങ കിടന്നാലോ ഒരു തേങ്ങയ്ക്ക് 17 രൂപ അല്ലേ, മെല്ലെ അതും കൂടെ പറിച്ച് കൊട്ടയ്ക്കകത്തോട്ട് കെട്ടിയെന്ന് വയ്ക്കും. ഹസനാര് കാക്കയുടെ തേങ്ങായ അതെടുത്ത് പൊക്കിനകത്ത് വെക്കുക. ആമിനകത്താത്ത ഇത് വല്ല അറിയുന്നുണ്ടോ? നാളെ ആഖിറത്തിൽ പോകുമ്പോൾ യസനാര് കാക്കയുടെ തേങ്ങായിട്ട് അവിടെ വരണം. അതാണ് തർത്തീബ്, അങ്ങനെയാണ്. അല്ല ഒരു രക്ഷയില്ലല്ലോ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ നാളെ ആഖിറത്തിൽ കൊണ്ടുവരണമെന്ന് അള്ളാഹു റസൂൽ പറഞ്ഞ കാര്യമാണ്.
ഓലമടല് ആർക്കും വേണ്ട, നിങ്ങൾ തരേണ്ട. അബൂബക്കർ ഹാജിയാർക്ക് ഇഷ്ടം പോലെ 2 ഏക്കർ സ്ഥലമുണ്ട്. അയാൾ വല്ലപ്പോഴൊക്കെ നോക്കുള്ളൂ. ഓലയൊക്കെ അവിടെ കിടക്കുകയാണ്. എന്തേ നശിച്ചു പോകുന്നത്? ഈ നശിച്ചു പോകുന്ന ഓല നമുക്ക് എടുത്തുകൂടെ? പെട്ടെന്ന് ഇപ്പുറത്ത് നിന്നുകൊണ്ട് അവൾ വേലി ചാടി അപ്പുറത്ത് കയറി സാധനം ഇങ്ങനെ പൊക്കി എടുത്ത് ഇപ്പുറത്തിട്ട് തീ അടുപ്പിച്ച് റാത്തായിട്ട് കുട്ടികൾക്കൊക്കെ ചായ ഇട്ട് കൊടുത്തിട്ടൊക്കെ രാവിലെ മദ്രസയ്ക്ക് വിടുക. അബൂബക്കർ ഹാജിയാരുടെ കിഡ്നി ഇവിടെ ചാപ്പാടാക്കി വെച്ചിട്ട് രാവിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് അതായിട്ട് ഖുർആൻ എടുത്തിട്ട് പോവാൻ ഹറാമല്ലേ? അയാളെ പൊരുത്തമില്ലാതെ എങ്ങനെ നമുക്കത് ശരിയാവും? ആ മടല് ഓല എങ്ങനെ ശരിയാകും? ആടിന് എന്താ പറയാ, ആടിന് പിന്നെ പ്ലാവിലൊക്കെ അല്ലേ, പ്ലാവില, അതൊക്കെ പോയി പറിച്ച് പുറത്ത് കിടക്കുന്നു, ഇങ്ങോട്ട് കിടക്കുന്നില്ല, കുഴപ്പമില്ല. അയാൾ പൊരുത്തം നല്ല മനുഷ്യനായാലും ഹാജിയ നല്ല മനുഷ്യനായാലും അയാൾ അങ്ങനെ ആരും ഒന്നും പറയില്ല. പോയി പറിക്കുക, ഒരിക്കൽ ആടിന് കൊടുക്കുക, തിന്നാ. ഇവളങ്ങോട്ട് തിന്നെ സ്വന്തം മാമാടെ കട്ടിടം പ്ലാവിന്ന് പറിക്കുന്നത് പോലെ അങ്ങനെ പറിച്ച് തിന്നാണ്. പെണ്ണുങ്ങളുടെ പരിപാടി ഇതല്ല. അപ്പുറത്തിപ്പുറത്തൊക്കെ പോവാ. ഇപ്പം അയൽക്കൂട്ടം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അയൽക്കൂട്ടം അല്ലേ? അയൽക്കൂട്ടത്തിന് പോയി അവിടെ പോയി ഇവിടെ പോയി ഇവിടെയൊക്കെ വൃത്തിയാക്കാനൊക്കെ പോയി മെല്ലെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്നൊക്കെ പറിച്ച് വറക്കിയെടുത്തോണ്ട് ഇങ്ങനെ വരും. ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യാൻ പോകും. ഹോസ്പിറ്റലിലൊക്കെ പിന്നെ ഈ ഫ്രീ ഗുളികകളും മരുന്നുകളും മറ്റു കാര്യങ്ങളും അതൊക്കെ മെല്ലെ തന്റെ വായിനകത്തോട്ടാക്കി വെക്കുക. നഴ്സ് ആക്കി വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സ്വന്തക്കാർക്ക് ബന്ധക്കാർക്ക് എല്ലാം കൂടെ സപ്ലൈ ചെയ്യുക. യഥാർത്ഥത്തിൽ സപ്ലൈ ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ്. അത് പൊതുവായിട്ട് കൊടുക്കേണ്ടതാണ്. ഇവളിത് കൊണ്ടുവരും, ഇവിടെ കൊണ്ടുവരും. റേഷൻ കട കൊടുക്കും. റേഷൻ കടയ്ക്കകത്ത് ഗവൺമെന്റ് പാവം പിടിച്ചവർക്ക് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന അരിയും മണ്ണെണ്ണയും പച്ചരിയും ഇതെല്ലാം കൂടെ പിടിച്ച് പിശുക്കി വരുന്നവർക്ക് അര ലിറ്റർ വീതം കൊടുത്തിട്ട് ബാക്കി പുറത്ത് 50 രൂപ 70 രൂപ 90 രൂപ. ബംഗാളികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അവർക്ക് റാഹത്തായിട്ട് 50-60 വെച്ച് കാച്ചാം. നാളെ എന്റെ പൊന്ന് ചേട്ടാ ഈ വീപ്പയുമായിട്ട് പൊക്കിക്കൊണ്ട് വരും. എങ്ങനെ പൊക്കിക്കൊണ്ട് വരും? പടച്ച റഹ്മാനായ റബ്ബേ, ഈ മണ്ണെണ്ണ വീപ്പയും പൊക്കിക്കൊണ്ട് വരുന്ന രംഗമൊന്നും ആലോചിക്കാൻ പോലും കഴിയുന്നത്. നമുക്ക് തന്നെ ഇവിടെ എത്ര ലോഡിങ്ങാർ വേണം അത് ഇറക്കണമെങ്കിൽ. ഇത് നീ ഒറ്റയ്ക്ക് നാളെ പൊക്കിക്കൊണ്ട് വരുന്ന രംഗം എന്താ റഹ്മാനായ റബ്ബേ, വല്ലാത്ത സംഭവം തന്നെയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അലാ ഇന്ന ലികുല്ലി ഗാദിരിൻ ലിവാ. നാളെ വഞ്ചിക്കുന്ന ഓരോരുത്തർക്കും ഓരോ കൊടിയുണ്ട്. അള്ളാഹു പറയാണ്, അള്ളാഹു റസൂൽ പറയാണ്, ഈ ദുനിയാവിൽ വെച്ച് അർഹതപ്പെട്ടവർക്ക് കൊടുക്കേണ്ട സാധനം കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ട് സ്വന്തം കുടുംബത്തിനും സ്വന്തത്തിനു വേണ്ടിയും ചെലവ് ചെയ്തവനാരാണോ അവർക്ക് നാളെ ഒരു പ്രത്യേകമായ കൊടി അല്ലാഹു തആല കൊടുക്കാൻ. അലാ ഇന്ന ലികുല്ലി ഗാദിരിൻ ലിവാൻ യൗമൽ ഖിയാമ യുൻസബു ഇൻദസ്തിഹി. കൊടി വലിയൊരു കമ്പിക്കകത്ത് മലക്കുകൾ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യും. എന്നിട്ട് എവിടെ കൊണ്ടാ കുത്തെന്നറിയോ? ഇവന്റെ മൂലത്തിൽ കൊണ്ടിടിച്ച് കയറ്റുന്നത്. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ലേ? 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിൽ ഇങ്ങനെ കൊടി ഇങ്ങനെ നിരത്തി പല മോഡലിലെ കൊടി. ഇതേപോലെ ഓരോ വഞ്ചകന്മാർക്കും ഓരോ കൊടിയുണ്ട്, ഓരോ കളർ കൊടിയാണ്. യുൻസബു ഇൻദസ്തിഹി ബിഖദരി ഗൈറതിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. അവൻ വഞ്ചിച്ചതിന്റെ തോതനുസരിച്ചിട്ടായിരിക്കും അവന്റെ ദുബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടി കുത്തി കൊടുക്കുക. എന്നിട്ട് ആളുകളൊക്കെ ഇങ്ങനെ പോകും അവന്റെ മുന്നിൽ കൂടെ. ഇവൻ ഇങ്ങനെ കൊടിയും കുത്തി മൂലവും താങ്ങി ഇങ്ങനെ നിൽക്കുന്നതാണ് സംഭവം. അപ്പൊ ഇതെന്താ ഇതെന്തപ്പോ ഇങ്ങനെ നിൽക്കുന്ന സംഭവം? ഇത് സാധാരണ കൊടി കുത്തുന്ന നമ്മൾ വെളിയിലാണ്. ഇതിപ്പോ ഇവന്റെ മൂലത്തിൽ കൊണ്ട് കുത്തി വെച്ചിരിക്കുകയല്ലോ. അപ്പോൾ പലക്ക് പറഞ്ഞു കൊടുക്കും, ഇന്നാരുടെ മകൻ ഇന്നാരെ വഞ്ചിച്ചവനാണ്, ഇന്ന സാധനം അടിച്ചു മാറ്റിയവനാണ്, ഇന്നവന്റെ തേങ്ങ എടുത്തവനാണ്, ഇന്നവന്റെ വെളിച്ചെണ്ണ കട്ടവനാണ്, ഇന്ന കടയിൽ നിന്ന് സാധനം അടിച്ചു മാറ്റിയവനാ. ഇവൻ ഏറ്റവും വലിയ ഗൾഫിലെ കൊടിയാണ്. ഇവൻ അറബിയെ കുളിപ്പിച്ച് എത്തീങ്കാനയിലാക്കിയവനാണ്. നല്ല കൊടി. ഇത് ഗൾഫിലെ കൊടിയാണ്. സംഭവം സൂപ്പർ കൊടിയല്ല. റസൂൽ എഴുതിയതുപോലെ ഭയങ്കര കൊടിയാണല്ലോ ഈ സാധനം. അത് കാരണം അവിടുത്തെ ഗൾഫുകാർ അവർ മിസ്കീൻ യാ മിസ്കീൻ ഐന ഹിന്ദി വേൻ ഹിന്ദി അല്ലാഹ് ഹിന്ദി കുല്ലു ഖർബാൻ യാ അല്ലാഹ് മിസ്കീൻ യാ അല്ലാഹ് ഹത്ത് വഹദ റിയാൽ. അറബി അവിടെ കിടന്ന് ഓരോ പള്ളിയിൽ കയറി യാ അല്ലാഹ് വേൻ ഹിന്ദി വേൻ കുല്ലു ഖർബാൻ എന്ന് പറഞ്ഞാണ് ഹിന്ദി മൊത്തം വെക്കുക. അവന് പ്രത്യേക ഗൾഫിന്റെ ഒരു കൊടിയായിരിക്കും അവന്റെ ദൂർനാഥ് കുത്തിവെച്ചേക്കുന്ന സംഭവം. അപ്പോഴേ മലക്കൾ മനസ്സിലാക്കി ഇവൻ കൂടുതൽ നാൾ ഗൾഫിലായിരുന്നു പരിപാടി. സംഭവം ആ മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലാണ് അല്ലാഹു തആല അവരെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അറിയാൻ പറ്റുമല്ലോ, എല്ലാവരും അങ്ങനെയാണ്. ഓരോ വ്യക്തികളെ നാളാകരത്തിൽ അറിയാവുന്ന ഓരോ തെറ്റുകൾ മനസ്സിലാക്കുമ്പോൾ മദ്യപാനിയെ കൊണ്ടൊരു മദ്യപാനി അവന്റെ മുഖമൊക്കെ കൊണ്ട് വികൃതമായ കോലത്തിലാണ്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുജാഉ ബിശാരിബിൽ ഖംറി യൗമൽ ഖിയാമ
മുസ്റഖതൻ ഐനാ മുദ്ലിഅൽ ലിസാനുഹു മുസ്വദ്ദൻ വജ്ഹുഹു യസീലു ലഅബുഹു യസ്തഖ്ദിറുഹു കുല്ലു മൻ റാ അന്നഹു ശാരിബു ഖംറിൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മദ്യപാനിയെ നാളെ കൊണ്ടുവരുന്ന കോലമാ. നാളെ മഹ്ശറ മൈതാനിയിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. മലക്കുകൾ വികൃതമായ കോലത്തിലായിരിക്കും. അവന്റെ മുഖം കറുത്ത് കരിവാളിച്ചിരിക്കുമത്രേ, അവന്റെ കണ്ണ് നീലിച്ചിരിക്കുമത്രേ, അവന്റെ നാവ് പേപ്പട്ടിയെ പോലെ താഴേക്ക് ഇറങ്ങിക്കിടക്കുകയാ. യസീലു ലഅബുഹു, ആ നാവിന്റെ ഇരുവശങ്ങളിൽ നിന്ന് ഇളയിട്ട് വീഴുകയാണ്. അപ്പോഴെന്താ മനസ്സിലാക്കുക? യസ്തഖ്ദിറുഹു കുല്ലു മൻ റാ, ആ മഹ്ശറിൽ നിൽക്കുന്നവർ ഇവനെ കാണുമ്പോൾ യഅരിഫു, അവർ മനസ്സിലാക്കുകയാ, അന്നഹു ശാരിബു ഖംർ, ഇവൻ ദുനിയാവിൽ കഞ്ചാവ് അടിച്ചവനാണ്, ഇവൻ ദുനിയാവിൽ പാൻപര കടിച്ചവനാണ്, ഇവൻ ദുനിയാവിൽ മദ്യപിച്ചവനാണ്, ഇവൻ ദുനിയാവിൽ ചൈനി കൈനി തുളസി ശംഭു തിന്നവനാണ് എന്ന് നാളെ മനസ്സിലാക്കുക. ആളുകൾ മനസ്സിലാക്കുമെന്നാ പറഞ്ഞു. അതാണ് ആളുകൾ മനസ്സിലാക്കുക. വേറെ ഓരോ വിഭാഗം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് സാധനങ്ങൾ പോയിട്ട് ഇങ്ങനെ വരും. നേരത്തെ പറഞ്ഞാൽ വീപ്പ പോലത്തെ സാധനം, ടിപ്പറൊക്കെ അടിച്ചു മാറ്റുന്നുണ്ട്, ടോറസ് ഒക്കെ തലയിൽ വെച്ചോണ്ട് വരുന്ന രംഗം കാണണം. അല്ലാഹു അക്ബർ, എങ്ങനെ താങ്ങാനാ? അടിച്ചു ടോറസ് ഒക്കെ എടുത്ത് പൊക്കിയെടുത്ത് വെച്ചോണ്ടിരാ. ഈ കോലത്തിലൊന്നല്ല വരും. അപ്പൊ ഉസ്താദ് എങ്ങനെ അള്ളാഹു നമ്മളെയൊക്കെ ഈ കോലമൊന്നും അല്ല. അത് ആദ്യം മനസ്സിലാക്കണം. നരകത്തിലെ മനുഷ്യന്റെ കോലം ആദ്യം പഠിക്കണം. അത് നരകം നമ്മൾ ഇങ്ങനെയൊന്നുമല്ല. നമ്മളെന്ന് പറയല്ലേ, അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നരകത്തിന്റെ അവകാശിയായ മനുഷ്യന് നരകത്തിലിരിക്കണമെങ്കിൽ 600 കിലോമീറ്റർ വിസ്തൃതിയുള്ള സ്ഥലം വേണം ഒരാൾക്ക് നരകത്തിൽ. അപ്പൊ ഒരു ടിപ്പറും ഒരു ടോറസും ഒക്കെ 2-3 ടോറസൊക്കെ തലമണ്ടലിരിക്കും ഉറപ്പായിട്ട്. 600 കിലോമീറ്റർ, അതായത് മാ ബൈന മക്കത്ത വൽ മദീന, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലം വേണം ഈ ഒരു നരകാവകാശിക്ക് ഇരിക്കാൻ. അവന്റെ നരകാവകാശിയുടെ പല്ല് ഉഹദ് മല പോലെയാണ്. ഉഹദ് മല ഒരു പല്ല് ആലോചിച്ചു. അപ്പൊ 32 പല്ലിന് എത്രത്തോളം സ്ഥലം വേണമെന്ന് ആലോചിച്ചു. 70 മുഴമാണ് ഈ ചർമ്മത്തിന്. ഈ കഴുത്തിന്റെ ഈ ഭാഗത്ത് നിന്ന് ഈ തോളിന്റെ അറ്റം വരെ സ്പീഡിൽ, ഏറ്റവും വലിയ സ്പീഡിൽ 100 വർഷം യാത്ര ചെയ്തെങ്കിൽ എടുത്തുള്ളൂ ഇവിടുന്ന് ഇവിടം വരെ, വലിയ സ്പീഡിൽ. അപ്പൊ അത്രയ്ക്കും വീതിയുണ്ട്. ഇപ്പൊ നമുക്ക് തൊട്ടാ ഇങ്ങനെ നമുക്ക് തന്നെ തടവാണ്. അപ്പൊ ഈ സാധനം നാളെ പൊക്കിക്കൊണ്ടുവരും, അടിച്ചു മാറ്റിയ സാധനങ്ങളൊക്കെ. അതാണ് മനുഷ്യന്റെ. കാരണം നരകത്തിന്റെ ചൂട് സഹിക്കണമെങ്കിൽ ഈ നമ്മളെ പോലെ ഈ ചുമ്മാതെ വെറുതെ ഈ റേഷനരി തിന്ന് ജീവിച്ച അമ്മക്കങ്ങനെ നരകത്തില്ല. ചൂട് പരിസരത്തോട്ട് പോയാൽ വന്ന് കത്തിപ്പോകും, സംഭവം ഭസ്മായി. ഇങ്ങനെയൊന്നുമില്ല, കോലവേ അങ്ങ് മാറുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ജിബ്രീൽ വന്നിട്ട് ഈ നരകത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം അള്ളാഹുവിന്റെ റസൂലിന്റെ ബോധം നഷ്ടപ്പെട്ട് വീണു പോവുകയാണ്. നിർത്തു ജിബ്രീലേ, നിർത്തു ജിബ്രീലേ, എനിക്കിനി കേൾക്കാൻ ശക്തിയില്ല ജിബ്രീൽ. ഇനി എന്നോട് ഇത് പറയേ വേണ്ട. അതാണ് നരകം. അത് വേറെ വിഷയം, വേറെ. നമ്മൾ അപ്പോഴേ വീണുപോയി സംഭവം. ബഹുമാനമുള്ള സഹോദരൻ, അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ദിവസം തോറും സുബഹി കഴിഞ്ഞിട്ടും മഗ്രിബ് കഴിഞ്ഞിട്ടും 7 പ്രാവശ്യം നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, 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 അല്ലാഹുമ്മ അജിർനി മിനന്നാർ. 7 പ്രാവശ്യം നരകത്തിൽ നിന്ന് കാവൽ തേടുമ്പോൾ നരകം അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, നിന്റെ ദാസൻ എന്നിൽ നിന്ന് കാവൽ ചോദിച്ചിരിക്കുകയാണ്. അള്ളാഹു പറയും, അവനെ രക്ഷപ്പെടുത്തിയാൽ ഒഴിവാക്കിയാൽ മരിക്കുന്നത് വരെ സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും 7 പ്രാവശ്യം അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് പറയാനൊരു ഭാഗ്യം കിട്ടിയാൽ ഏതെങ്കിലും ഒരു വഖത്തിൽ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ നരകത്തിൽ പ്രവേശിപ്പിക്കില്ല, ഉറപ്പാണ്. ഏതെങ്കിലും ഒരു വഖത്തിൽ സ്വീകരിച്ചാൽ മതി. അതിനല്ലേ നമസ്കാരത്തിലും പറയുന്നത്,
നിസ്കാര നരകത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ, പക്ഷെ നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ആളുകൾക്കറിയില്ല. നിസ്കരിക്കാനില്ലാത്ത നിസ്കാരം ഇല്ലാത്തവന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. 4 കാര്യം നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അതിൽ രണ്ടാമത് ചോദിക്കുന്നത് നരകത്തിൽ നിന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൻ നാർ. ആ നരകത്തിൽ നിന്നുമുള്ള കാവൽ നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ മലക്കുകൾ പറയും, അള്ളാഹുവേ, നിന്റെ ദാസൻ എന്നിൽ നിന്ന് കാവൽ ചോദിക്കുന്നു, അതുകൊണ്ട് അല്ലാഹുമ്മ അജിർഹു, നീ അവനെ അതിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. പടച്ചവൻ പറയും, ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു ദുആ മതി. അത് എപ്പോഴാ എവിടുത്തെ ഏതാ സ്വീകരിക്കാൻ നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നിസ്കാരം മുടക്കണം കേട്ടോ. സുബഹി നിസ്കരിക്കണം, മഗ്രിബ് കൃത്യമായിട്ട് നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പറയണം 7 പ്രാവശ്യം. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആരെയും വഞ്ചിക്കരുത്, ആരുടെയും സാധനങ്ങൾ മോഷ്ടിക്കരുത്. ആരെങ്കിലും അങ്ങനെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് മടക്കി കൊടുക്കണേ. അതാണ് അവരുടെ തൗബ. മോഷ്ടാവിന്റെ തൗബ എന്തായാലും കുറെ നാളൊക്കെ മോഷ്ടിച്ച് ഇനി ആ അറബിയൊക്കെ മരിച്ചുപോയി, ഇനി ഏതാന്ന് നമുക്കറിയത്തില്ല. നമ്മളിപ്പോ ഇവിടെ കൊണ്ടുവന്ന് 2 സൂപ്പർ മാർക്കറ്റൊക്കെ വേറെ തുടങ്ങി വലിയ വീടൊക്കെ വെച്ച് അയാളെ ഞാൻ വിളിച്ചു നോക്കിയപ്പോ പറയുന്നത്, വിളിക്കുന്നതെല്ലാം മുഗലക്കാന്നാ പറയുന്നത്. ഫോൺ മുഗലക്കാന്ന്, പൂട്ടിയിരിക്കുക, ഏതാണെന്നൊന്നും അറിയുന്നില്ല. അവിടെ വിളിച്ചു ചോദിക്കാനും പറ്റില്ല. വിളിച്ചു ചോദിച്ചിട്ട് അറബിയെ കുറിച്ച് ആർക്കും അറിവില്ല. അള്ളാഹു എന്ത് സംഭവിച്ചു പോയി, അതുകൊണ്ട് ഞാൻ എന്താ ഇപ്പൊ ഒരു പരിഹാരം? അപ്പൊ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ നമുക്ക് തൗബ ചെയ്താൽ ഇതിന് പരിഹാരമാകുമെന്ന് തൈക്കാവല മുസ്ലിയാർ പറഞ്ഞു കൊടുക്കും. പാവം, കഷ്ടം. തൈക്കാവല മുസ്ലിയാരത്ത് ചോദിക്കത്തുള്ളൂ. കാരണം എന്താ, ജുമാൽ ഖത്തീബിനടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കൂലടാ, പൈസ മൊത്തം തിരിച്ചു കൊടുക്കണമെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തൈക്കാവല മുസ്ലിയാർക്ക് ഒരു 1000 രൂപ കൊടുക്കുമ്പോൾ പറയും തൗബ ചെയ്താൽ മതി, എല്ലാം ശരിയാവും. അപ്പൊ ഇത് കേട്ടിട്ട് ഇയാള് പോയിട്ട് രാത്രി 2 കുത്തി ഇരുന്നിട്ട് അള്ളാഹ് പഠിച്ചാൽ റബ്ബേ $50,000 അടിച്ചു മാറ്റി, $2 ലക്ഷം അടിച്ചു മാറ്റി, റഹ്മാനെ നീ മാപ്പാക്കണം. അതിന് മേലിൽ ഞാൻ അടിച്ചു മാറ്റത്തില്ല അള്ളാഹ്, ഞാൻ അറിയാതെ അന്ന് സംഭവിച്ചു പോയതാണ്. റഹ്മാനെ നീ മാപ്പാക്കണം. പൊട്ടിക്കരഞ്ഞ് റാഹത്തായിട്ട് ദുആ ചെയ്ത് പിറ്റേ ദിവസം സന്തോഷത്തോടെ ഉസ്താദ് ഞാൻ എല്ലാം തൗബ ചെയ്തു. ഉസ്താദ് സ്വീകരിച്ചു കാണുമല്ലോ. പിന്നെ അള്ളാഹു സ്വീകരിക്കാം. 100 പേരെ കൊല ചെയ്ത ആൾക്കാരുടെ ശിക്ഷ അള്ളാഹ് എടുത്തു കളഞ്ഞാളെ. പിന്നെ എന്താ എങ്ങാടെ തൗബൊക്കെ സ്വീകരിക്കാത്ത? ഓ ഉസ്താദ് സന്തോഷം, ഒരു 500 രൂപ കൂടി ഇരിക്കട്ടെ എന്ന് മാസം. പുനത്തിലെ കുഞ്ഞബ്ദുള്ള അടുത്ത് പോയി പറഞ്ഞാൽ മതി ഈ തൗബ. അവിടെ പോയി പറഞ്ഞാൽ ഇതൊന്നും അള്ളാന്റെ മുന്നിൽ ഈ തൗബയില്ല. لا تستقبل السارق توبته إلا أن يرد مالها فإن كان مفلسا تخلل من صاحبه أو كما قال رسول الله. മോഷ്ടാവിന്റെ തൗബ എന്ന് പറഞ്ഞാൽ അവൻ മോഷ്ടിച്ച സാധനം ഇല്ലാ അയ്യറുദ്ദ ഇലൈഹി, അവനിലേക്ക് അത് മടക്കി കൊടുക്കണേ. ആ മടക്കി കൊടുക്കലാണ് മോഷ്ടാവിന്റെ തൗബ. അന്ന് ഞാനത് മോഷ്ടിച്ചിരുന്നു, അത് ഞാൻ എന്റെ ജീവിതത്തിന് വേണ്ടി ചെലവ് ചെയ്തു, എന്നത് മടക്കി കൊടുക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. ആരിൽ നിന്നാണ് മോഷ്ടിച്ചതെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ പോകൂ സഹോദരാ, അവനോട് പോയി നീ തുറന്നു പറയൂ, അവനിൽ നിന്ന് നീ മാപ്പ് വാങ്ങുക. അതാണ് നിന്റെ തൗബ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തേങ്ങ എടുത്തിട്ടുള്ള ആമിന താത്ത അബൂബക്കർ ഹാജിയാരെ വിളിച്ചു പറ, ഹാജിയാരെ നമ്മളിങ്ങനെ പോച്ച പറിക്കാൻ പോയപ്പോൾ പുല്ല് പറിക്കാൻ പോയപ്പോൾ 5-6 ഉണക്കത്തേങ്ങ കിടന്ന് ഞങ്ങളത് എടുത്ത് കറിയൊക്കെ വെച്ച് നമ്മൾ അറിഞ്ഞില്ല സംഭവം മാപ്പാക്കിയാരെ. പിന്നെ അവിടുത്തെ ഓലമടലൊക്കെ എടുത്താൽ ഞങ്ങൾ രാവിലെ ചായ ഗ്യാസിന് ഭയങ്കര വില കൂടുതൽ. ഹാജിയാരെ അതൊന്നും കുഴപ്പമില്ല ആമിന, അതൊക്കെ നീ എടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. യാ അല്ലാഹ് അൽഹംദുലില്ലാ. അബൂബക്കർ ഹാജിയാർ മരിച്ചുപോയി. മക്കളെടുത്ത് ചോദിച്ചു ഞങ്ങളെ കുറെ തേങ്ങ. ചുമ്മാ അല്ല, തേങ്ങ മൊത്തം നീ അടിയെടുത്ത മുഴുവൻ തേങ്ങ. പാവ 5-6 ഉണക്കത്തേങ്ങ എടുത്തുള്ളൂ. ആരാണ്ടൊക്കെ കയറി കള്ളന്മാര് കയറി ഉള്ള കരിക്ക് മൊത്തം വെട്ടിക്കൊണ്ടുപോയി. അവൻ പറയുന്നത് എന്താ, നീ ആ മൊത്തം വല്ലാഹി സത്യം ഞാൻ പൊരുത്തപ്പെട്ടില്ല, വല്ലാഹി സത്യം ഞാൻ പൊരുത്തപ്പെട്ടില്ല. 8 വർഷം ഞങ്ങളുടെ അത്തായെ വഞ്ചിച്ച് കളിപ്പിച്ചോണ്ടിരുന്ന മര്യാദയ്ക്ക് ഒരു തേങ്ങാക്കി 17 രൂപയാ, 7 രൂപ കുറച്ചെന്നിരിക്കുന്നു, 10 രൂപ വെച്ച് കണക്കെടുത്തിട്ട് വയ്യ. കുടുങ്ങിയ നമ്മൾ കുടുങ്ങിയില്ലേ? ശരി. അപ്പൊ ഇത് പേടിച്ചിട്ട് അറിയാതെ സംഭവിച്ച നീ മാപ്പാക്കിയാലേ.
കാര്യമില്ല. പോയി അവിടെ പോയിട്ട് പറയണം, നീ പാവയാണ്, ഒന്നുമില്ലേ മോനെ, അത് ഹക്കാണ്, ശരിയില്ലാന്ന് അള്ളാഹ്ക്ക് അറിയാം, നിനക്കും അറിയാം. അത് സമ്മതിക്കുന്നില്ല. ഞാൻ എടുത്തു, ഞാൻ നിന്റെ പണം ഞാൻ എടുത്തു, സംഭവം ശരിയാണ്, അന്നത്തെ എന്റെ വിവരമില്ലായ്മയുടെ പേരിൽ ഞാൻ എടുത്തു, പക്ഷെ എനിക്ക് ഒരു കിടക്കാടം പോലുമില്ല, എനിക്ക് മടക്കി തരണം എന്ന് ആഗ്രഹമുണ്ട് എന്റെ ഭാഗത്തില്ല, നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, നിന്റെ ഹക്ക് തീർന്നു. അവൻ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ അവനുമായി അള്ളാഹി. നീ സമ്മതിച്ചല്ല, ഞാൻ എടുത്തു നീ സമ്മതിച്ചല്ല. അങ്ങനെ സമ്മതിച്ചുവെങ്കിൽ നീ പോയിട്ട് ചോദിക്കുക, പൊരുത്തം ചോദിക്കുക. പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ ചോദിക്കണം. അതാണ് അവരുടെ തൗബ. പലിശക്കാരന്റെ തൗബ എന്താ? പലിശ മൊത്തം തിരിച്ചു കൊടുക്കണം, വാങ്ങിയ പലിശ മൊത്തം. ഇയാളിപ്പം 10 വർഷം പലിശ വാങ്ങിച്ചിട്ട് 11ാമത്തെ വർഷം പോയി സൂപ്പർ ഹജ്ജ് ചെയ്യാൻ പോയാ. സൂപ്പർ ഹജ്ജ്, അതെ, കഅബയുടെ അടുത്ത് പോയി താമസിച്ച് വലിയ ഹജ്ജ്, ഇവിടെ പോയി ഒരുപാട് സദഖകളൊക്കെ ചെയ്ത് എല്ലാം പൊരുത്തപ്പെട്ട് കഅബയെല്ലാം കെട്ടിപ്പിടിച്ച് ഭയങ്കരമായ ദുആയോട് എവിടെ നോക്കിയാലും കരച്ചിലും കണ്ണുനീരും ഒക്കെ കൊണ്ടുപോയി ഉസ്താദന്മാർക്കെല്ലാം ഹൗദ് അത്ര എല്ലാം മേടിച്ചു കൊടുത്ത്, എല്ലാം നല്ല റാഹത്ത് ഇഹ്റാമിന്റെ തുണിയൊക്കെ മേടിച്ചു കൊടുത്ത് ദുആയോട് ദുആ. ഉസ്താദും അമീറും വിചാരിക്കും, മാഷാ അല്ല ഹസനാരെ നീ വല്ലാത്ത ദുആയാന്നല്ലേ. അല്ല ഉസ്താദെ, 8-10 വർഷമായിട്ട് പലിശ മേടിച്ച് തിന്നല്ലേ, ഞാൻ അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങിക്കണം. ഉസ്താദും പറയും, കുഴപ്പമില്ല, ഒരു ഹജ്ജും കൂടെ നീ ചെയ്താൽ മതി. ഇയാൾ അമീർ, ഇയാൾക്ക് 50,000 രൂപ കിട്ടും കമ്മീഷൻ. അടുത്തൊരു വർഷം കൂടെ ഹജ്ജ് ചെയ്ത് അന്ന് റാഹത്താവൂല. പണി ഇവിടെ നടക്കൂല. ഹജ്ജിന്റെ പൈസ കൊടുത്തിട്ട് ഈ പലിശയുടെ പൈസ മേടിച്ചിട്ട് തൗബ ചെയ്തിട്ട് അള്ളാന്റെ അടുക്ക പോയിട്ട് അള്ളാന്റെ രക്ഷപ്പെടാൻ പറ്റില്ല. അമീറന്മാരുടെ അടുത്ത് ഉസ്താദന്മാരുടെ മുന്നിൽ രക്ഷപ്പെടാം. പണം തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതാണ് പലിശക്കാരന്റെ തൗബ എന്ന് പറയുന്നത്. അത് തന്നെയാണ്. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഈ എന്താ അയൽക്കൂട്ടത്തിന്റെ പേരിലൊക്കെ ഈ സൊസൈറ്റിയിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ട് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പലിശക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട്. സുഖമില്ലാത്തവരാണ്, നടക്കാൻ വയ്യാത്തവരാണ്, ഇരിക്കാൻ വയ്യാത്തവരാണ്, അവർക്ക് വേറെ ജോലിയും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പരിപാടിയാണ്. എന്റെ പൊന്നു പെങ്ങളെ, ആ പണി നിങ്ങൾ ചെയ്യല്ലേ. നടക്കാൻ വയ്യാത്തവർ, ഇരിക്കാൻ വയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും കൂടെ ചേർന്ന് ജോലി ചെയ്തിട്ട് എല്ലാവർക്കും 50 ഒരു ദിവസം 300 രൂപ കിട്ടുന്നെങ്കിൽ ഒരു 30 രൂപ വെച്ച് മാറ്റി ഓരോരുത്തർ, എന്നിട്ട് അവർക്ക് ദിവസം തോറും കൊണ്ട് കൊടുക്കും. അല്ലാതെ ആ പാവം പിടിച്ച പെണ്ണുങ്ങൾ ലോട്ടറി കച്ചവടം ചെയ്യിക്കാനും അവരിൽ നിന്ന് 10,000 രൂപ അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് പലിശയുടെ പൈസ എടുത്ത് അവരെ തീറ്റിക്കാതിരിക്കരുത്. മാരകമായ രോഗമായിരിക്കും പിന്നീട് അവർക്ക് ഉണ്ടാവുക. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അത് നമ്മൾ കഴിക്കാൻ പാടില്ല, അത് ഹറാമല്ലേ. ഒരു ഹദീസ് കേൾക്കണം. അനസ് റളിയല്ലാഹു തആല അൻഹു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തർകു ലുഖ്മത്തിൽ ഹറാമി അഹബ്ബു ഇലൈക അം അൽഫ റകഅതൻ തതവ്വുആ. ഒരു പിടി ഹറാമിന്റെ ഭക്ഷണം ഒഴിവാക്കലാണോ, അതല്ല 200 റകഅത്ത് ഔ മിഅത്ത റകഅതൻ തതവ്വുആ, 200 റകഅത്ത് നമസ്കരിക്കലാണോ അങ്ങേക്ക് ശ്രേഷ്ഠമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി തങ്ങളോട് അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. തർക്കു ലുഖ്മത്തിൻ മിനൽ ഹറാം, ഹറാമിന്റെ ഒരുപിടി ഭക്ഷണം ഒഴിവാക്കലാണോ നല്ലത്, 200 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കലാണോ നല്ലത്? قال رسول الله صلى الله عليه وسلم ترك لقمة من الحرام أحب إلي 10,000 ركعة تطوعا أو كما قال رسول الله. 200 റകഅത്താണ് അനസ് റളിയല്ലാഹു അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചത്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറഞ്ഞു, അനസേ, ഒരു പിടി ഹറാമിന്റെ ഭക്ഷണം ഒഴിവാക്കൽ 10,000 റകഅത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. 10,000 റകഅത്ത് സുന്നത്ത് നിസ്കാരം, 10,000 റകഅത്ത് സുന്നത്ത് നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഒരു പിടി ഹറാമിന്റെ ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളത്. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചുള്ളിയും വിറവും ഒക്കെ ഒടിച്ചിട്ട് ചായയും കാപ്പിയും ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്തിട്ട് മക്കളെ മദ്രസ വിടാൻ പറ്റുമോ? അവിടുന്ന് ഇവിടുന്നൊക്കെ വിറവ് മോഷ്ടിച്ചുകൊണ്ട് വന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ഹറാമിന്റെ പൈസ കൊണ്ടുവന്ന് ചാപ്പടിച്ചിട്ട് പള്ളിയിലെ മുത്താലിമീങ്ങളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? പറ്റുമോ? പറയും, പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല, പാടില്ല. അത് ആ 10,000 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം, അഹബ്ബു ഇലയ്യ, എനിക്കിഷ്ടം എന്ന് പറയുന്നത് തർക്കു ലുഖ്മത്തിൻ മിനൽ ഹറാം, ഹറാമിന്റെ ഒരു പിടി ഭക്ഷണം ഒഴിവാക്കലാണ്.
ഒരു പിടി ഭക്ഷണം ഹറാമിന്റെ ഒഴിവാക്കണം. അതാണ് എനിക്കിഷ്ടം. നബീനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്. അതല്ലേ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്? അതല്ലേ നമുക്ക് ഇഷ്ടം. لا أن يجعل أحدكم في فيه ترابا خير من أن يجعل أحدكم في فيه حراما. നിന്റെ വായിൽ മണ്ണ് വാരിയിട്ട് നിറയ്ക്കലാണ് ശ്രേഷ്ഠം, ഹറാമായ ഭക്ഷണം കൊണ്ട് നിന്റെ വയറ് നിറയ്ക്കുന്നതിനേക്കാളെന്ന് ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് വേണ്ട പലിശയുടെയും പൈസ ഉണ്ട്, ലോട്ടറിയുടെയും പൈസ ഉണ്ട്, കള്ളവിറ്റ പൈസ വേണ്ട, കൈക്കൂലി വാങ്ങിയ പൈസ വേണ്ട. കൈക്കൂലി വാങ്ങണ്ട. കൈക്കൂലി ഓണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടിയൊക്കെ കൈക്കൂലി. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കേട്ടോ, ലഅനല്ലാഹുർ റാശി വൽ മുർതശി വറായിശി ബൈനഹുമാ الرشوة في الحكم كفر أو كما قال رسول الله. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൈക്കൂലിയെ ശപിച്ചിരിക്കുകയാണ്. കൊടുക്കുന്നവനെ ശപിച്ചു, വാങ്ങുന്നവനെ ശപിച്ചു, അത് കൊടുപ്പിക്കുന്ന ബ്രോക്കറെയും അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. അർരിശ്വതു ഫിൽ ഹുക്മി കുഫ്റുൻ. നമുക്ക് അനുകൂലമായ വിധി ഉണ്ടാകുന്നതിനു വേണ്ടി ന്യായാധിപന്മാരെ കണ്ട് നിങ്ങൾ കൈക്കൂലി കൊടുത്താൽ അത് കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇസ്ലാമിൽ പുറത്തു പോകുന്ന പറഞ്ഞു, ശിർക്കൊന്നുമല്ല അല്ലാഹു പറഞ്ഞത്, കുഫ്റുൻ, അത് കാഫിറാവുന്ന കാര്യമാണ്. കാര്യം നടക്കാൻ വേണ്ടി ന്യായാധിപന്മാരെ കണ്ട് നമുക്ക് അനുകൂലമായ വിധിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൈക്കൂലി കൊടുക്കുക. അത് കുഫ്റാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരു നിലയ്ക്ക് നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല. മോഷണം അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കല്ല. وما كان لنبي أن يغل ومن يغل يأت بما غل يوم القيامة. ഒരു പ്രവാചകന്മാരും ആരെയും ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, ഒരാളുടെ സാധനം എടുത്തു മാറ്റിയിട്ടില്ല, അവരുടെ അനുവാദമില്ലാതെ സ്വന്തം സ്വത്തിലേക്ക് ആവാഹിച്ചിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്ന പക്ഷം യഅതി ബിഹാ യൗമൽ ഖിയാമ, അത് നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ ഹാജരാക്കേണ്ടി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ അവിടെ കൊണ്ടുവരണം, ആഖിറത്തിൽ കൊണ്ടുവരണം. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ സഹാബാക്കളുമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് ഈ വിഷയങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ഒരു ഹദീസ് പറഞ്ഞു. അല്ലമ ഗുലൂലഹു എന്നാണ് സഹാബാക്കൾ പറഞ്ഞത്. ഈ അടിച്ചു മാറ്റിക്കൊണ്ടൊരു സാധനം, ഈ മോഷ്ടിച്ചുകൊണ്ടുന്ന സാധനം, അതിന്റെ ഗൗരവത്തെ കുറിച്ച് അല്ലമ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ ഉൽഫിയന്ന അഹദകും യൗമൽ ഖിയാമ യജീഉ അലാ റഖബതിഹി സുഗാ അലാ റഖബതിഹി ബഈറുൻ ലഹു സുഗാ يقول يا رسول الله أغثني أغثني يا رسول الله. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരുന്നു കൊണ്ട് സമൂഹത്തോട് ഉദ്ധരിക്കുകയാണ്, പ്രഭാഷണം നടത്തുകയാ. നാളെ മഹ്ശറ വൻസഭയിൽ വെച്ച് ഒരു വിഭാഗം ആളുകളെ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ. നിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തെ, എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ഒരു വിഭാഗത്തെ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ. യജീഉ യൗമൽ ഖിയാമത്തി അലാ റഖബതിഹി ബഈറുൻ ലഹു സുഗാ. ഒട്ടകത്തോളം സമാനമായ വലിപ്പമുള്ള മറ്റുള്ളവന്റെ വസ്തുക്കൾ ദുനിയാവിൽ വെച്ച് മോഷ്ടിച്ചെടുത്ത വ്യക്തിയായിരിക്കാം അവൻ. അതവന്റെ പിടലിയുടെ മുകളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് എന്നെ അന്വേഷിച്ച് മഹ്ശറയിൽ നടക്കുകയാണ്. എവിടെ മുഹമ്മദ്, എവിടെ മുഹമ്മദ്? അങ്ങനെ എന്റെ അരികിലേക്ക് അവൻ കടന്നു വന്നിട്ട് എന്നോട് പറയുകയാ, അഗ്സിനി യാ റസൂലല്ലാഹ്,
അഗ്സിനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് സഹായിക്കണേ നബിയേ, എന്നെ ഒന്ന് സഹായിക്കണേ നബിയേ, എന്റെ തോളിലുള്ള ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കുമോ നബിയേ? ദുനിയാവിൽ വെച്ച് ഈ ഒട്ടക സമാനമായ ഭീമമായ തുക അന്യവന്റെ ഞാൻ അടിച്ചു മാറ്റിയവനാണ് ഹബീബേ. എന്റെ വിവരമില്ലായ്മയുടെ പേരിൽ ഞാൻ ചെയ്തു പോയതാണ് റസൂലുള്ളാഹ്. എനിക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നേയില്ല, നരകത്തിലേക്ക് എന്നെ മലക്കുകൾ ക്ഷണിക്കുകയാണ്, എന്നെ ഒന്ന് ശുപാർശ ചെയ്യുമോ? അങ്ങനെ നാളെ എന്റെ മുന്നിലേക്ക് കെഞ്ചി കെഞ്ചി യാചിച്ചു വരുന്ന വൃത്തികെട്ട വഞ്ചകന്മാരെ, ചതിയന്മാരെ ഞാൻ നാളെ കണ്ടുമുട്ടാതിരിക്കട്ടെ, കണ്ടുമുട്ടാതിരിക്കട്ടെ. നിങ്ങൾപ്പെട്ട ഒരാളെയും ഞാൻ ആ കോലത്തിൽ നാളെ ആഖിറത്തിൽ കാണാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഒട്ടകം ആദ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടകം ഏറ്റവും കൂടിയ സാധനം, വില കൂടിയ സാധനമാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇല്ല ബീപ്പ, അതുപോലത്തെ സാധനം, ഭയങ്കര വില കൂടിയ സാധനം എടുത്ത് തലയിൽ വെക്കുക. യാ അല്ലാഹ് വരുവാ നബി, തങ്ങൾ നബി അന്വേഷിച്ചടക്കാൻ യാ റസൂലല്ലാഹ് സമയമായി എഴുന്നേറ്റ് പോകാൻ. അൻവറെ ബക്കറ്റ് എടുപ്പുണ്ടോ? ഒന്നുമില്ല. ഉണ്ടോ? ആൾക്കാരൊക്കെ 11 മണിക്ക് നിർത്തും പറഞ്ഞിട്ട് 11:30 നിർത്തുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് മെല്ലെ ആളുകൾ കാസർഗോട്ടുകാരുടെ കൊണ്ട് പറഞ്ഞാൽ കീയാണ്, ആള് കീയാണ്. ബക്കറ്റ് ഉണ്ടോ? പെട്ടെന്ന് ജനത്തിൽ നാളെയൊക്കെ വർക്കിംഗ് ഡേയും സ്കൂളും പരീക്ഷയും ഒക്കെ ഉള്ളതല്ലേ, എല്ലാവർക്കും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ള കാര്യമില്ല. ഇനി 4 കാര്യമുണ്ട്, അത് നമുക്ക് അടുത്ത എവിടെയെങ്കിലും പ്രസംഗിക്കാം. പിന്നെ എല്ലാം കൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ പ്രസംഗിച്ച് തന്നെയാണ് നമ്മളെല്ലാം എല്ലാം കൊണ്ട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആരെങ്കിലും പ്രസംഗിക്കാൻ വിളിക്കണ്ട. പ്രസംഗിച്ച് എങ്ങനെ പ്രസംഗിച്ച് തീർന്നു കഴിഞ്ഞാൽ എവിടെ ഏത് കാലത്ത് തീരണം? ഖുർആനും അതീതും ഉള്ളിടത്തോളം കാലം എവിടെയെങ്കിലും പ്രസംഗം തീരും. എത്ര വിജയങ്ങളെ കിടക്കുക പറയുമ്പോൾ വിശാലമായിട്ട് ചർച്ച ചെയ്ത് പറയണ്ട. അല്ല ചുമ്മാ അടിച്ചടിച്ചോടിച്ചോട്ട് ഖുർആന്റെ അർത്ഥം പറഞ്ഞങ്ങോട്ട് പോലല്ലോ വേണ്ടത്. അടുത്തത് വിചാരം അല്ലോ, അത് പറഞ്ഞാൽ നമ്മളൊന്നും ഇവിടെ നിൽക്കാൻ പറ്റൂല. സംഭവം മൂന്നാമത്തതാണ് ഏറ്റവും വലിയ മോഷണം ഏതെന്ന് പറയട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരുടെ ബക്കറ്റ് ബാത്റൂമിൽ എടുക്കാൻ പോയതാണ്. ഡേ ബക്കറ്റ് എടുക്കാൻ പോയവിടെ കാണുന്നില്ലല്ലോ. അല്ലാഹ്, മലപ്പുറംകാരുടെ കുട്ടി എവിടെയും വേണം പഠിച്ച ഉസ്താദ്മാരെ കയ്യിൽ നിന്ന് ആദ്യം. പണ്ട് തെക്കൻ കേരളംകാരെ ഉസ്താദ്മാരെ ഒന്ന് പിടിയാതിക്കുമല്ലോ. ഇപ്പൊ ആദ്യത്തെ പെറ്റി ഉസ്താദിനാണ്. നമ്മളെയൊക്കെ കൊണ്ട് പെറ്റിയടിപ്പിക്കുന്നതിന്റെ പേരിൽ നമ്മളെ കൊണ്ട് പെറ്റിയടിപ്പിക്കുക. നവാസ് മുസ്ലിയാരെ ഒന്ന് കൂടെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ചെറുതൊന്നും ഇല്ലല്ലോ, എല്ലാം വലുതാണ്. എത്ര നോക്കട്ടെ? 50. ഏറ്റവും ചെറുത് നമ്മൾ കൊടുക്കാൻ നോക്കത്തുള്ളൂ. 50 100 100 എല്ലാവരും ഒന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അതിനകത്തും കഴിച്ചാൽ ഇതിനകത്തും കഴിച്ചാൽ ഒരു സഹായിച്ചു. സമ്മദ് മുസ്ലിയാരെ ഭാര്യ മരിച്ചു. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്ത പള്ളികളിൽ ഞാനൊക്കെ കൾച്ചറൽ പള്ളി നിൽക്കുമ്പോഴേ ഖിദ്മത്ത് നമ്മുടെ മാമാടെ ഒക്കെ പരമ ശിഷ്യനെ പോലെയാണ്. ഒരുപാട് ഖിദ്മത്തുകളൊക്കെ ചെയ്ത മനുഷ്യനാണ്. പെട്ടെന്ന് ഭാര്യ മരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ. പടച്ചവനെ മഗ്ഫിറത്തും റഹ്മത്തും അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ആ സഹോദരി ദുനിയാവിൽ വെച്ച് ചെയ്ത തന്റെ ഭർത്താവിനെ ചെയ്ത മറ്റുള്ളവർക്ക് കുടുംബക്കാർക്ക് ചെയ്ത ഖിദ്മത്തുകളെ മുഴുവൻ സ്വീകരിക്കണേ. അല്ലാഹ്, ഹജ്ജിന്റെ മാസമാണ്. എത്രയോ പേർക്ക് നീ പുറത്തു കൊടുക്കുന്നവനാണ്. അല്ലാഹുവേ, നീ ആ മഹദിക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. സാലിഹാത്തുകളോടൊപ്പം അല്ലാഹുവേ, സദ്ഗുണ സമ്പന്നകളോടൊപ്പം അല്ലാഹുവേ, ഉന്നതമായ സ്ഥാനം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മക്കൾക്കും കുടുംബത്തിനും എല്ലാവിധ ആശ്വാസവും സമാധാനവും സാന്ത്വനവും ഖൈറും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാൻ. നാളെ സ്വർഗ്ഗലോകത്തിൽ മുത്തക്കിയൂൻ എന്ന പട്ടികയിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. നവാസ് മുസ്ലിയാരെ വാപ്പയെ അടുത്ത സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന്റെ ഖബറിനെ പ്രകാശിപ്പിക്കുമാറാകട്ടെ, മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. മകനെ ഇൽമിന്റെ മാർഗത്തിലേക്ക് പഠിപ്പിച്ചു ദീനിന്റെ ഖിദ്മത്ത് ചെയ്യണം. ഖിദ്മത്തിന്റെ ഒക്കെ സവാബ് വാപ്പാന്റെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഖബറിലെ സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു പൂർണ്ണമായി മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അവരെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ, ആദരിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നെല്ലാം വർഷങ്ങളോളം കിടന്ന് വേദനിക്കേണ്ട രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അറുതലുൽ ഉമറിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നല്ല ആഫിയത്തും നല്ല ആരോഗ്യവും അതിലൂടെ അല്ലാഹുവിന്റെ ഇൽമ് പഠിക്കുവാനും പഠിപ്പിക്കുവാനും ദഅവത്ത് ചെയ്യുവാനും അല്ലാഹുവിന്റെ വഴിയിൽ മാത്രം ജീവിച്ചു മരിക്കാനും അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നമ്മളെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് മരണം അധികരിക്കുകയാണ്. വളരെ പെട്ടെന്ന് ചെറുപ്പക്കാരൊക്കെ മരിക്കും. പടച്ചവനെ, ഒരമലുമില്ലാതെ മരിച്ചു പോയാൽ എന്താ? നാളെ ആഖിറത്തിൽ നമുക്ക് വല്ല ഗുണമുണ്ടോ? ഒരമലുമില്ലാതെ മരിച്ചു, വെറും കൈയോടെ മരിച്ചു. പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നേരത്തെ ഞാൻ ഓതി ആയത്ത് പോലെ നരകം മുന്നിൽ കൊണ്ടുവരാൻ പറയും. യാലൈത്തനി കുന്തു തുറാബ, യാലൈത്തനി കുന്തു തുറാബ, യാലൈത്തനി ഖദ്ദംതുൽ ഹയാത്തി. ഒന്ന് മടക്കല്ല, ഞങ്ങളെ മടക്കല്ല, ഞങ്ങളുടെ നാട്ടിലേക്ക് വീട്ടിലേക്ക് മടക്കല്ല എന്ന് പറയുന്ന പോലെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാനാ? ആര് കൊണ്ടുവരും? ആര് സഹായിക്കും? ആര് ഖബറിൽ വരും? ആരുടെ നന്മയുള്ളത്? ഇല്ല. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ അമലുകളൊക്കെ ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യുക. സഹോദരിമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകൾക്കുള്ള ഒരുപാട് ഉപദേശങ്ങളിലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളുടെ ശ്രദ്ധിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇന്നത്തേക്ക് ആഡംബര വസ്ത്രങ്ങൾ പെണ്ണുങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. എത്ര പറഞ്ഞാലും അതൊന്നും കേൾക്കൂലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു പെണ്ണ് പള്ളിയുടെ പരിസരത്ത് കൂടി നല്ല ആലങ്കാരിക വസ്ത്രം ധരിച്ചിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ഇന്നത്തെ കാലത്തിൽ വസ്ത്രം അതന്നത് ഏറ്റവും വലിയ ഒരു ആഡംബരം പോലൊരു വസ്ത്രം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശം നൽകി, യാ അയ്യുഹന്നാസ് ഉൻഹു നിസാകും അൽലുബ്സി സീന വത്തബഖ്തുരി. ഏയ് സഹോദരങ്ങളെ, നിങ്ങളുടെ സ്ത്രീകളെ ആഡംബര വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ തടയണേ. നബിയുനാ റസൂലുള്ളാഹി. ചില വസ്ത്രത്തിലാണ് വീണു പോകുന്ന ചില ആളുകൾ. വസ്ത്രം കണ്ടു കഴിഞ്ഞാലേ അല്ലാഹു, അതാണ് അന്നത്തെ കോലം. അങ്ങനത്തെ കോലമാണ്. ആ രീതിയിലാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സ്വർഗത്തിൽ തന്നെ ഉണ്ടല്ലോ 70 വസ്ത്രങ്ങളാണ് ഹൂർലിംഗ് കൊടുക്കുക. 70 വസ്ത്രം. അത് നല്ല നൈസായ 70 വസ്ത്രം ധരിച്ചാലും അതിനകത്ത് നിന്ന് ആ ശരീരത്തിന്റെ അവസ്ഥകൾ, വടിവങ്ങൾ, ലാവണ്യങ്ങൾ കാണാം. വാപ്പാക്കൊണ്ട് മരിച്ചു വാപ്പാക്കൊണ്ട് ദ്വാരക്കാണ് 500 രൂപ. അത്രയുള്ള അബീവേ വാപ്പാടെ വില 500 രൂപ. 500. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, റഹ്മത്ത് കൊടുക്കട്ടെ. അള്ളാഹു ഖബർ വിശാലപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളിലേക്ക് ഖബറിനെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഇച്ചിരി പൈസ എല്ലാവരും കുറച്ചാ കൊണ്ടുവരുന്നത്. നാളെ മറ്റന്നാളൊക്കെ നമ്മുടെ നൗഷാദ് ബാക്കി 2 ദിവസം ഉണ്ടോ നൗഷാദ് ബാക്കി? അൽഹംദുലില്ലാ നല്ല നല്ല പ്രാസംഗന്മാരെയൊക്കെ 2 ദിവസം, നമ്മളെ പോലെയുള്ള അപ്പ ഉപ്പയൊക്കെ 1 ദിവസം. ഞാൻ പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് ചുമ്മാ ഒരു ഉൾക്കാടിന്റെ ബർക്കത്തിന് വേണ്ടി ഒന്ന് തുടങ്ങി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അൽഹംദുലില്ലാ നാളെ മറ്റന്നാളുടെ പരിപാടികളിൽ കാര്യമായിട്ട് സഹകരിച്ച് ഇച്ചിരി സാമ്പത്തികവും അവരെ സഹായിക്കണം. അവർക്ക് അതും കൂടെ ഒരു വിഷയമുണ്ട്. ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം വന്നപ്പോൾ അന്ന് നല്ല ആളുകളാണ്. ഇപ്പൊ കുറച്ച് ആൾക്കാർ കുറച്ച് കുറവ്. കാരണം ഇപ്പൊ ഇഷ്ടം പോലെ പ്രസംഗമുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ട്. അമൽ ചെയ്യാനും കൂടെ സമയം വേണ്ടേ? പിന്നെയും കേട്ടോണ്ടിരുന്നാലോ? ശരിയാണ്. സഹാബാക്കളുടെ അവസ്ഥയാണ്. ഇതാ തഅല്ലമ 10 ആയാത്തിൽ ലം യുജാവിസുഹുന്ന ഹത്താ യഅമല ബിഹിന്ന. സഹാബാക്കൾ 10 ആയത്ത് കേട്ടാൽ അതനുസരിച്ച് അമൽ ചെയ്യാതെ 11ാമത്തെ ആയത്ത് പഠിക്കൂല. അതുകൊണ്ട് ഞങ്ങളിപ്പോ 10 ഉസ്താമാരെ വാത് കേട്ട് എങ്ങനെ ഞങ്ങൾ മെമ്പറിൽ സൂക്ഷിച്ചു ഒന്ന് അമൽ ചെയ്യട്ടെ, എന്നിട്ട് പിന്നെ അങ്ങോട്ട് വരാം. ഇപ്പൊ മണിയർ രഹസ്യത്തിന്റെ അമല് തന്നെ തീർന്നിട്ടില്ല ഇതൊരിക്കലും. അത് കേട്ടിട്ട് എന്റെ അമലുകൾ ഇങ്ങനെ കേട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ഇനിയിപ്പോ അതിന്റെ ഇടയ്ക്ക് വീണ്ടും പുതിയ കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ടായിരിക്കും ആളുകൾ പുറകോട്ട് പോകുന്നത്. ഇൽമുകൾ എത്ര കേട്ടാലും തീരൂലല്ലോ അബീബേ. എത്ര ഇൽമുകളുള്ളത്, എത്ര ഇൽമുകളാ. നമ്മളൊക്കെ ഇപ്പൊ ഞാനൊരു കിബറോ ഫഖറോ പറയല്ല. നമ്മൾ 8 വർഷം ഇൽമു പഠിച്ചോ 8 വർഷം പഠിക്കാൻ പോയപ്പോ ഒന്നും അല്ല. ഈ വാളിന് വേണ്ടിയിട്ട് നമ്മൾ ഗവേഷണം നടത്തുന്ന ഹദീസുകൾ, ആയത്തുകൾ കൂടിയാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഹഖ് പറയണം വല്ലാഹി. ഓതുന്ന സമയത്ത് ഈ മൈസറെന്നോ ഖബറെന്നോ ശിഷ്യെന്നൊന്നും വലിയ ഗൗരവമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊന്നുമില്ല. വലിയായിരുന്നു. അങ്ങനെ ഒരു താല്പര്യമോ ഒന്നും അറിയില്ലായിരുന്നു സംഭവം. ഓതുന്ന സമയത്ത് അതൊന്നും അല്ലല്ലോ. കിതാബ് ഒക്കെ ഇങ്ങനെ പഠിപ്പിച്ചിരുന്ന അതിന്റെ എങ്ങനെയാണ് എന്താണ് മാദ്ദ അതൊക്കെ കുറിച്ച് പഠിപ്പിച്ചിരുന്നത്. ഹദീസുകൾ നമ്മൾ പ്രഭാഷണത്തിന് വേണ്ടി ഇപ്പൊ നരകം അല്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ മഹ്ശർ അല്ലെങ്കിൽ ഖബർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അതിന്റെ ഹദീസുകൾ, ആയത്തുകളൊക്കെ നമ്മൾ എടുക്കുമ്പോഴാണ് ആഖിറത്തിന്റെ ഗൗരവം അല്ലാഹ് ഇത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ്. അപ്പൊ നമ്മൾ എത്ര വാള് കേട്ടാലും, എത്ര ദിവസം പ്രഭാഷണം വെച്ചാലും, എത്ര പ്രഭാഷണം കേട്ടാലും ഒന്നും തീരൂല സംഭവം. പുതിയ പുതിയ വിഷയങ്ങൾ കിടക്കുക. ഇഷ്ടംപോലെ വിഷയങ്ങൾ എടുക്കാൻ ഹദീസുകൾ, ആയത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അല്ലാഹു അക്ബർ എണ്ണമറ്റ വിഷയങ്ങളാണ് കിടക്കുന്നത്. പഠിക്കണം. ഇൽമ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ എവിടെയായാലും ആരുടെയായാലും പോയി കേൾക്കണം, പഠിക്കണം. നമ്മൾ വിലയിരുത്താൻ നിൽക്കണം. അയാടെ കൊള്ളായിരുന്നു, ഇയാടെ മോശമായിരുന്നു, ഇൽമാണ്. ഇൽമനാണ് നമ്മൾ കുറ്റം പറയുന്ന ഇൽമയാണ്.
ആര് പ്രസംഗിച്ചാലും ഹദീസാണ്, ഖുർആനാണ്, അള്ളാഹുവിന്റെ ദീനാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ കുറ്റം പറയരുത്. ആര് പറഞ്ഞാലും ആ വ്യക്തിക്കല്ല സ്ഥാനം, ആ പറയുന്നപ്പെടുന്ന വാക്കുകൾക്കാണ് സ്ഥാനം. അതുകൊണ്ട് നമ്മൾ ഇൽമിനെ നമ്മൾ ബഹുമാനിക്കണം. അത് എവിടെയും കിട്ടുന്നു അവിടെ പോയി നമ്മൾ പഠിക്കണം, കേൾക്കണം. നമുക്ക് ഏറ്റവും വലിയ നഷ്ടം, നാശം എന്ന് പറഞ്ഞാൽ ഇൽമില്ലാത്തതിന്റെ പേരിലാണ്. നമ്മുടെ ജഹാലത്ത് വർദ്ധിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ആർഭാടങ്ങളും ഒക്കെ ആയി പോയത്. ഇൽമില്ലാത്തതിന്റെ പേരിലാണ്. ഇനി നമുക്കിപ്പോ ഒരു മദ്രസയിൽ പോയിരുന്നിട്ട് ഉസ്താദന്മാരുടെ മുന്നിൽ ഇൽമു പഠിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള ഇൽമിന്റെ സദസ്സുകളെ നമ്മൾ ധന്യമാക്കണം. എത്ര സമയം നമ്മൾ ചെലവ് ചെയ്താലും, എന്തെല്ലാം ബുദ്ധിമുട്ട് വന്നാലും, എന്ത് ത്യാഗം സഹിച്ചാലും നമ്മളെ ഇൽമു കേൾക്കാൻ വേണ്ടി വന്ന് അൽഹംദുലില്ലാഹ് അത് കേൾക്കണം, മനസ്സിലാക്കണം. പിന്നെ ഈ കൂടുതൽ കിടന്ന് പ്രസംഗിച്ച് സുബഹി നിസ്കാരം കളാക്കുന്ന രീതിയിലുള്ള പ്രഭാഷണം അതിനോട് എനിക്ക് താല്പര്യമില്ല. എന്റെ ശൈലി ഞാൻ 1.5 മണിക്കൂർ മാന്യമായിട്ടുള്ള മെയിൻ ഹെഡിങ് വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ പറഞ്ഞാൽ അത് മതി. അൽഹംദുലില്ലാഹ് അത് മതിയല്ലോ. കൂടുതൽ കിടന്ന് ചുമ്മാ 2-2.5 മണിക്കൂർ പ്രസംഗിച്ചിട്ടൊന്നും അതിലൊന്നും വലിയ കാര്യമില്ല, വലിയ അർത്ഥവുമില്ല. ഞാനത് കാണുന്നുമില്ല. കാതലായ വിഷയങ്ങൾ ജനങ്ങൾക്കും പറയും, എനിക്കും നിങ്ങൾക്കും പറയാൻ പഠിക്കാൻ പറ്റിയ വിഷയങ്ങൾ അത് കറക്റ്റ് പഠിപ്പിച്ചു കൊടുക്കുക. അത് തന്നെ ഏറ്റവും വലിയ ഖൈറാണ്. അപ്പൊ അതുകൊണ്ട് കളവിൽ വഞ്ചനയുടെ വിഷയത്തിൽ ഒരു ഹദീസും കൂടെ പറയേണ്ടത് നിർത്താം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഅ്ലമുൽ ഖുലൂലി ഇൻദല്ലാഹ് ദിറാഉം മിനൽ അർദ് തജിദൂന റജുലൈനി ജാറൈൻ ഫിൽ അർദി ഔ ഫിദ്ദാരി ഔ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. ഏറ്റവും വലിയ കളവ് നടത്തുന്ന എന്താ? വഞ്ചനയിലും കളവിലും ഏറ്റവും വലുത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ ഭയങ്കര ഭയാനകത. അഅ്ലമുൽ ഖുലൂലി ഇൻദല്ലാഹ് ദിറാഉം മിനൽ അർളി. ഭൂമി ചുരണ്ടി അടിപ്പിക്കലാണ്. ഭൂമി മാന്തലാണ്, മാന്തുക, ഭൂമി അടിച്ചു മാറ്റലാണ്. ഒരു മുഴ മതി. അത് അയൽവക്കക്കാരായ 2 വീട്ടുകാര് തമ്മിലുള്ള പ്രശ്നമാണ്. ഒന്നുകിൽ ഫിൽ അർളി ഭൂമിയുടെ വിഷയത്തിലായിരിക്കാം, ഔ ഫിദ്ദാരി അല്ലെങ്കിൽ വീടിന്റെ വിഷയത്തിലായിരിക്കാം. അതിലാണ് അവിടെ ചർച്ച. വീടുകളിലല്ലോ നീ ഭൂമി, എന്റെ വേലി ഇങ്ങോട്ടായി പോയി, നിന്റെ വേലി കല്ലിപ്പുറത്തോട്ടായി പോയി, അത് അപ്പുറത്തോട്ടായി പോയി. മര്യാദയ്ക്ക് 2 പേര് നിസ്കാരമുള്ള, 2 പേര് മുസ്ലിങ്ങളാ, 2 പേര് ഭാഗത്തുള്ളവരാ. 1 സെന്റോ 1 അളവോ 1 പിടി മണ്ണോ വിട്ടുവീഴ്ചയ്ക്ക് ആരും തയ്യാറാവില്ല. എന്നാൽ 2 പേരും കൃത്യമായിട്ട് സുബഹി നിസ്കരിക്കുന്നവരുമാണ്. ഒന്നുകിൽ വീടിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഭൂമിയുടെ വിഷയത്തിൽ 2 പേര് തർക്കമാണ്. അള്ളാഹുവിങ്കൽ ഏറ്റവും വലിയ പാവം ഇതാണ്. ഈ സാധനമാണ് പരിഹാരം കാണുന്നില്ല. എന്താ കാണുക? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആരെങ്കിലും ഒരാളുടെ ഭൂമി അനർഹമായി പിടിച്ചു വെച്ചാൽ, അതിൽ നിന്ന് അതിര് അല്പമെങ്കിലും തോണ്ടിയെടുത്താൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 7 ഭൂമികളെ മാലയായ രൂപത്തിൽ ഇവന്റെ തലയിലേക്ക് അല്ലാഹു വെച്ചു കൊടുക്കുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. 7 ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലയുടെ കോലത്തിലാക്കിയിട്ട് ഇവന്റെ കഴുത്തിൽ ഇട്ടു കൊടുക്കും. 1 പാക്കറ്റ് സിമന്റ് പൊക്കിക്കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുമോ? 50 കിലോയുടെ പാക്കറ്റ് സിമന്റ്. 1 കൊട്ട മണ്ണ് കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുമോ? ബംഗാളികളെ സംഭവിച്ചു കൊടുക്കണം. ബംഗാളിലായിരുന്നു നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഗൾഫിലൊക്കെ പോയ പാകിസ്ഥാനികൾ ചുമ്മാ ഒരുമാതിരി 10-20 കിലോ ആട്ടാമാവ് കഷത്ത് വെച്ചോണ്ട് പോകുന്ന പോലെയാണ് 2 പാക്കറ്റ് സിമന്റ് എടുത്ത് വെച്ചോണ്ട് പോകുന്നത്. 2 കൈയുടെ ഇടയ്ക്ക് 2 പാക്കറ്റ് സിമന്റ് ഇവിടെ ഇരിക്കും, 1 പാക്കറ്റ് കൊണ്ട് തോളിൽ ഇരിക്കും, 3 പാക്കറ്റ് കൊണ്ട് മുകളിലോട്ട് കയറും. പാകിസ്ഥാൻ അതാണ്. അവന്റെ നിന്നാണ് ഒരു ഇടി കിട്ടി, നമ്മുടെ കാര്യം തീർന്നില്ല. 150 കിലോ ആയിട്ട് മുകളിലോട്ട് കയറുകയാണ്. ഗൾഫിൽ പോയിട്ടുള്ള മഴട്ടുണ്ട്. നമ്മളെ കൊണ്ട് 1 പാക്കറ്റ് 5 കിലോ അരി മാവേലി സ്റ്റോറിൽ നിന്ന് മേടിച്ചോണ്ട് വന്നാൽ കുറച്ചിങ്ങോട്ട് വരുമ്പോൾ പറയും, അമ്മ ഇതൊന്ന് പിടിയമ്മ, കൈ കടിക്കുന്നു, 5 കിലോ അരി. 7 ഭൂമി അള്ളാഹു മാലയുടെ കോലത്തിലാക്കിയിട്ട് അടുത്തവന്റെ അതിര് തോണ്ടിയവന്റെ കഴുത്തിൽ അള്ളാഹു ഇട്ട് കൊടുക്കും. പടച്ചവനെ ഇവന് കഴുത്ത് നിവർത്താനോ അള്ളാഹുവിന്റെ റഹ്മത്ത് കാണാനോ അവന്റെ പരിശുദ്ധമായ മുഖമൊന്ന് ദർശിക്കാനോ ഹൂറിലിങ്ങളുടെ ചിരി കാണാനോ ഇവനെ കൊണ്ട് സാധ്യമാവുകയില്ല. അന്നവൻ പറയും, ആവശ്യമില്ലായിരുന്നു, വേണ്ടായിരുന്നു, അനർഹമായി ഞാൻ പിടിച്ചെടുത്തതായിരുന്നു, വേണ്ടായിരുന്നു. വിട്ടുവീഴ്ച ചെയ്യുക. അതിന്റെ പേരിൽ പരസ്പരം മിണ്ടൂല, സംസാരിക്കൂല, കണ്ടാൽ പോലും സലാം പറയൂല. ചെറിയ ഒരു അതിരിന്റെ പേരിൽ, ഒരു വേലിക്കല്ലിന്റെ പേരിൽ
അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ വഞ്ചനയാണ്, ഏറ്റവും വലിയ മോഷണം അതാണ് എന്ന് ഔ കമാ ഖാല ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്നിട്ട് ചീത്തവിളിയും ആക്ഷേപിക്കലും അധിക്ഷേപിക്കലുമാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നാവ് സൂക്ഷിക്കാത്തവരെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ സംസാരിക്കുന്നതിനെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകുമോ ഹബീബേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സഖിലതുക ഉമ്മുക യാ മുആദ്. മുആദ് റളിയല്ലാഹു അൻഹു ആണ് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചത്, നബിയേ, നമ്മളുടെ സംസാരത്തിന്റെ പേരിൽ, നമ്മളുടെ ഭാഷണത്തിന്റെ പേരിൽ നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമോ ഹബീബേ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മുആദേ, നീ എന്താണ് പറയുന്നത്? തീർച്ച ഹൽ യകുബുന്നാസ അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം ഔ കമാ ഖാല റസൂലുള്ളാഹി. നാളെ മനുഷ്യനെ മുഖം കുത്തപ്പെട്ട നിലയിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അവന്റെ നാവ് കൊയ്തെടുത്ത പാപങ്ങൾ കാരണമാണ് എന്ന് ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. ചെറിയൊരു അതിരിന്റെ പേരിൽ വർഷങ്ങളോളം തർക്കം, അനാവശ്യമായ വാക്ക്, ചീത്തവിളി, സംസാരങ്ങൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ വെറുതെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ നരകത്തിലേക്ക് നമ്മളെ കൊണ്ടെടുക്കുന്നത് ഈ നാവാണ്. അതുകൊണ്ട് തന്നെ സഹോദരിമാരെ, മോഷണം പാടില്ല, വഞ്ചന പാടില്ല, ചതി പാടില്ല. ഇതൊക്കെ നമുക്ക് ആഖിറ നഷ്ടം. ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇസ്ലാം പൂർണ്ണമാവുള്ളൂ. വലാ യസ്നീൻ. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുകയാ, നാരിമാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സബദത്തിൽ വരുന്ന ആ വിശ്വാസിനികളോട് നബിയെ അങ്ങ് പറയണേ, അവർ വ്യഭിചരിക്കരുതേ, വ്യഭിചരിക്കരുതേ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷാ വസാഅ സബീലാ. വ്യഭിചരിക്കരുത് എന്നല്ല പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. വ്യഭിചാരവുമായി ബന്ധപ്പെടുന്ന കർമ്മങ്ങൾ, ക്രിയകൾ, അതുമായി ബന്ധപ്പെടുന്ന ഫോട്ടോകൾ, അതുമായി ബന്ധപ്പെടുന്ന മെസ്സേജുകളോ സംസാരങ്ങളല്ല നിങ്ങൾ ഒഴിവാക്കണേ. അതുമായി നിങ്ങൾ അടുത്തു പോകരുതേ. അത് മോശം വഴിയാണ്, മ്ലേച്ഛമായ സംസ്കാരമാണ്. വ്യഭിചരിക്കരുതേ എന്നല്ല, നിങ്ങൾ വ്യഭിചരിക്കരുതേ എന്ന് അല്ലാഹു പറഞ്ഞില്ല. പിന്നെയോ വലാ തഖറബു സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന കർമ്മങ്ങളുമായി ബന്ധപ്പെടരുതേ. പരിശുദ്ധ ഖുർആൻ. നമുക്കത് ഏറ്റവും അതിലേക്ക് അടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇന്നത്തെ ഈ ഫോൺ, ആൻഡ്രോയിഡ് മൊബൈൽ, ഈ വാട്സ്ആപ്പ്, ഈ ഫോണാണ്.